മേ ബി ദ മെയിൻ റീസൺ ഈസ് ഞാൻ തന്നെയാണ്. കാരണം വെച്ചാൽ എന്റെ ഒരു സിനിമ വരുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ആൾക്കാർക്ക്. പിന്നെ ഇതിനകത്ത് ചിലർ പറഞ്ഞു പ്രഡിക്റ്റബിൾ ആയിരുന്നു, കുറെ സസ്പെൻസസ് എന്ന് പറഞ്ഞു. കാരണം ഇത് ഇച്ചിരി മിക്സ്ഡ് ഒപ്പീനിയൻ ആയിരുന്നു. കുറെ പേർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുറെ റിവ്യൂസ് പോസിറ്റീവ് വന്നു, കുറച്ച് നെഗറ്റീവ് വന്നു. അപ്പൊ അതിനകത്ത് പ്രഡിക്റ്റബിലിറ്റി വന്നു. കാരണം എന്റെ ഇപ്പൊ സിനിമ അറിയുമ്പോൾ ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, സാറിന്റെ സിനിമ വരുമ്പോ അപ്പോഴേ ഞങ്ങൾ എവിടെയാണ് ട്വിസ്റ്റ്, ഏത് ക്യാരക്ടർ എങ്ങനെ മാറും എന്നുള്ള അത് കണ്ടുപിടിക്കാനുള്ള ഒരു വാശിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു വാശിയിലിരിക്കാതെ നിങ്ങൾ സിനിമയായിട്ട് കാണുക എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് തന്നെ 4 അല്ല 5 ക്യാരക്ടറാണ് മെയിൻ ഉള്ളത്. അപ്പൊ അവര് പറയാണ്, ഓ ഈ ക്യാരക്ടർ ചേഞ്ച് ചെയ്യും, ഈ ക്യാരക്ടർ ഇപ്പൊ തിരികെയായിരിക്കും, ഇങ്ങനെ ഈ 5 പേരെയും നമ്മളിപ്പം അനന്ത് ഇപ്പൊ അങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഷീ മേ ചേഞ്ച്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ നെഗറ്റീവ് ആയിരിക്കും, ഇങ്ങനെ ഒരു 4 പേരെയും അങ്ങ് മനസ്സിലേക്ക് എടുത്തു എന്ന് വെച്ചു. ഇതിൽ ആരെങ്കിലും ആളും സിനിമയെ അനന്ത് പറയണം, ആ എനിക്ക് കിട്ടിയായിരുന്നു. അതാണ് ഇതിനകത്ത് പ്രശ്നം. മനസ്സിലായി? ഞാൻ അന്നേരം എനിക്ക് അന്നേരം കരുതിയത് അങ്ങനെ എടുത്ത അങ്ങനെ വരും. തിരിച്ചു എന്റെ സിനിമയോട് അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന, എനിക്ക് ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ട്വിസ്റ്റോ സസ്പെൻസോ എന്നുള്ളതിനേക്കാളേറെ നമ്മൾ ആ ഇട്ടിരുന്ന പേര് മിറാഷ്. ആ മിറാഷ് എന്ന പേരിനോട് 100% ജസ്റ്റിഫൈ. അപ്പൊ ഞാൻ ഇതിനകത്ത് ആ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഓരോ ക്യാരക്ടറിനും ഓരോ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അത് ഓരോ ട്വിസ്റ്റ് ആയി മാറി. അപ്പൊ അത് പിന്നെ കുറെ ട്വിസ്റ്റ് കൂടിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ സിനിമ ഐ വാസ് കോൺസെൻട്രേറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. മനസ്സിലായി? ആ മിറാഷ് എഫക്ട് എന്ന് പറയുന്ന സാധനത്തിലായിരുന്നു ഇത് ചെയ്തോണ്ടിരുന്നത്. അതിനകത്ത് ഈവൻ SP എല്ലാരും നെഗറ്റീവ് ആണെന്ന് ഒത്തിരി പറഞ്ഞു. SP നെഗറ്റീവ് ആയിരിക്കും എന്ന് വിചാരിച്ചു, പുള്ളി പോസിറ്റീവായി മാറി എന്ന് പറയുന്ന രീതിയിലേക്ക് ത്രൂ ഔട്ട് അതിന്റെ ഒരു മിറാഷിന്റെ ഒരു ബേസ് അതായിരുന്നു. ഈ ഡബിൾ ഫേസ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വ്യക്തിത്വം ഉണ്ടെന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഇതുണ്ടല്ലോ. അപ്പൊ അത് പിന്നെ സിനിമ ഞാനത് തുടങ്ങിയപ്പോ തന്നെ പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോ ഞാൻ പറഞ്ഞു, ചില സിനിമ വരുമ്പോൾ നമുക്ക് പറയും ഇതിനകത്ത് ചെറിയൊരു എക്സ്പെരിമെന്റലാണ്, ചിലപ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, നമുക്ക് അറിയില്ല ഇത് എങ്ങനെ വരുന്നത്. ചിലത് നമുക്കൊരു കോൺഫിഡൻസ് വരും, ഓക്കെ ദിസ് വിൽ വർക്ക്. എന്നാലും 100% നമുക്ക് ഒരു സിനിമയ്ക്കും പറയാൻ പറ്റത്തില്ല. എൻഡ് ഓഫ് ദ ഡേ ഓഡിയൻസ് അതെങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് ആ ഒരു എലമെന്റ് ഓഫ് റിസ്ക് ഉണ്ടെന്ന് പ്രതീക്ഷ തന്നെയാണ് പോയത്. പക്ഷെ ഭാഗ്യത്തിന് ഒരു മിക്സ്ഡ് ഒപ്പീനിയനിൽ അതങ്ങ് പോയി. കാരണം കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു, കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വി ആർ ഹാപ്പി ആക്ച്വലി. I don't know whether to call it a magazine or a newspaper. What can I say? As you can see, the iconic screen magazine. It is I'm on the cover. It's really nice to be on the cover. Karan, this is your surprise for the evening. I remember there were so many times that, he would just turn back and he'd look at me and I was like, Agnipath. माँ के पैरों के नीचे स्वर्ग है, अरे बाप के पैरों के नीचे जायदाद है. गीत एंड आदित्य का अभी ब्रेकअप हो रहा है, फ्रस्ट्रेट हो गए वो दोनों एक दूसरे से, है ना? आदित्य बोल रहा है ये अपनी आपकी खुद की फेवरेट है, कौन झेल सकता है इसे? If you could legalize one thing in India, what would it be? Prostitution, gambling, or marijuana? I can't hear you. We have seen you as more of a glamorous role in South Indian movies. And you went to Bombay. I don't know what transformed you. You're today totally different role. Feel nepotism or no nepotism, I'm here. किसी के बाप की इंडस्ट्री नहीं है. कहीं ना कहीं मेरी भी अपॉर्चुनिटीज कई बार ऐसे गई हैं जहाँ पे मुझे ऐसा लगा कि maybe I should have gotten the opportunity rather than someone who's from the family. I love reading your reviews. When you really love something, you genuinely have, and that means a lot. But that's the whole thing. You guys don't give up in life. I wish you all the very best. May Screen digitally prosper.